യൂട്യൂബിലൂടെ പാട്ട് കേട്ട് ആ പാട്ടുകൾ പാടി വൈറലായി ഒരു 6 വയസ്സുകാരൻ. കൊല്ലം അച്ചൻകോവിലെ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന ബദ്രിനാഥാണ് ഈ വൈറൽ പാട്ടുകാരൻ. പാട്ടിൽ മാത്രമല്ല കേട്ടോ, ഓമനത്തുള്ള സംസാരത്തിലൂടെയും നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കും ഈ കുട്ടിപ്പാട്ടുകാരൻ. ബദ്രിനാഥിനൊപ്പം നമ്മുടെ പ്രതിനിധി കണ്ണൻ നായർ ചേരുന്നുണ്ട്. പാടാൻ തയ്യാറായിട്ടിരിക്കുകയാണ് നമ്മുടെ വൈറൽ താരം ബദ്രി. പാടിക്കോ പാടിക്കോ. അടണ കണ്ടാലും കട്ടിച്ചു നിപ്പുള്ള ചുണ്ടുകളാ കാണുന്നവരെല്ലാവരും കണ്ണു വെച്ചിടും കരിനീല കണ്ണുകളുള്ളവളാ നല്ല കട്ടിച്ചു നിപ്പുള്ള ചുണ്ടുകളാ. ആരാ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചേ? ഈ പാട്ട് ഞാൻ മൊബൈലിൽ കേട്ട് പഠിച്ചതാ. തട്ട കയറി ഫോൺ എടുത്തിട്ട് ഓണാക്കിയിട്ട് നെറ്റ് ഓണാക്കിയിട്ട് ഞാൻ ഇത് മാപ്പോട്ടാക്കുന്ന യൂട്യൂബായി വരത്തില്ലേ, അങ്ങനെ മാപ്പോട്ടാക്കിയിട്ട് യൂട്യൂബിൽ കയറും. യൂട്യൂബിൽ കേട്ട് പഠിച്ചതാ. പക്ഷേ ചെണ്ടുമല്ലി പൂവിന്റെ ഒരു പാട്ടാണ്, അടിപൊളി ഒരു പാട്ട്, ഗംഭീരമായിട്ട് പാടുന്നേ. അത് പാടിക്കേ. അത് പാടട്ടെ. ഓ, ചെണ്ടുമല്ലികപ്പൂ കണ്ട ചെണ്ടാമില്ല കരളേ, ഉമ്മ വെച്ചു നിത്താൻ വെറുതെ മോക്കമില്ല പൂവേ, അരകളിയൊരു കൊണ്ടിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി, അരപാദം തക്കത്താളവും തള്ളി അരമണിക്കിങ്ങണി കിളി പാടി, ഇമകൾ എന്തു ഭംഗി ഇവളുടെ കവളിൽ എന്തു പന്തി, പകരി മാത്ത് മധുരം മുഖരാം പാകിമേതു പകുതി. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത്ര 6 വയസ്സിലായുള്ളൂ, ഇതിനിടയ്ക്ക് ഇത്രയും പാട്ടെങ്ങനെ പഠിച്ചു? ഞാൻ യൂട്യൂബാണ് മൊത്തം. യൂട്യൂബാണ് എന്റെ ജീവിതം. ഓഹോ, വേറെ ഏത് പാട്ട് അറിയാവുന്ന ഇതിന്? കലാഭവമണിയാണ് കേട്ടോ. പൊളിച്ചോ. എന്റെ മനസ്സിൽ തോന്നിയ സുന്ദരി പെണ്ണുണ്ടേ, സ്വന്തം തമന്നൊരു സുന്ദരി പെണ്ണിനെ കണ്ടുകൊതിച്ചേ ഞാൻ, അവൾ അമ്പലി തരകോ തെമുരം കണ്ണുകളും നല്ല തെമുര ചുണ്ടുകളും, ആരും കണ്ടാ നോക്കും പിന്നികളോ. കൂട്ടുകാർക്കൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. വേറെ ആരൊക്കെയാ? യൂട്യൂബ് മാത്രമേ ഉള്ളോ? അമ്മയൊന്നും പഠിപ്പിക്കുന്നില്ല പാട്ട്? അമ്മയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോ യൂട്യൂബിൽ അമ്മ കേറും, അന്നേരം ഞാനും കൂടെ പോയിരിക്കും. ഇങ്ങനെ വർത്താനം തുടങ്ങിയാൽ ബദ്രി നിർത്തില്ല. പാട്ട് പാടി ഇങ്ങനെ ഇരിക്കും അല്ലേ? എപ്പോൾ ചോദിച്ചാലും പാട്ട് പാടാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വൈറൽ താരമാണ്. നന്നായി പഠിപ്പിച്ചാൽ നല്ല ഒരു സംഗീതജ്ഞനാവാൻ സാധ്യതയുള്ള ആളാണല്ലേ? എന്തോ ഏറ്റവും വലിയ ആഗ്രഹം? എനിക്ക് പഠിച്ച് ജോലി വാങ്ങണം, പോലീസിൽ കയറണം. ആണോ? അടിപൊളി. പാട്ടുകാരനാണ്, അതുപോലെ തന്നെ പഠിച്ച് ജോലി വാങ്ങിച്ച് പോലീസുകാരനാവണം, അങ്ങനെയൊക്കെ ആവാൻ സാധിക്കട്ടെ. ക്യാമറമാൻ ഷാനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്. ഒരു കൊച്ചുമിടുക്കൻ, എന്ത് രസമായിട്ടാണല്ലോ ആ പാട്ടുകളൊക്കെ പാടുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് 6 വയസ്സേ ആയിട്ടുള്ളൂ. ഈ ഒരു 6 വയസ്സിൽ തന്നെ പാട്ടിൻ്റെയൊക്കെ ഇത്രയും വരികളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. പക്ഷെ മിക്ക പാട്ടുകളുടെയും എല്ലാ വരികളും വളരെ കൃത്യമായി തന്നെ അറിയാം. അത് നല്ല രസമായി പാടുന്നുണ്ട് താനും. പാട്ട് എന്ന് മാത്രമല്ല, സംസാരം കേട്ടിരിക്കാനും നല്ല രസമുണ്ട്. എനിക്ക് പോലീസുകാരനാവണം, എനിക്ക് വലിയ ആളാവണം, നന്നായി പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും സംസാരം കേട്ടിരിക്കാൻ. നമുക്കൊപ്പം തത്സമയം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, അങ്ങനെ ആ പാട്ടും കഥകളൊക്കെ കേട്ട് കുറച്ച് സമയം അവിടെ അങ്ങ് ചെലവഴിച്ചല്ലേ? നല്ല രസകരമായി പാട്ട് പാടുന്നുണ്ട്. അത് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വേറെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഇതൊക്കെ പഠിച്ചത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അതല്ലാതെ ശരിക്കും പരിശീലനം കിട്ടി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ നന്നായി തിളങ്ങാൻ കഴിവുള്ള ഒരാളാണ്. ഹിമ, ബദ്രി എന്ന് വിളിക്കുന്ന ബദ്രിനാഥനോട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേയില്ല. ശാസ്ത്രീയമായി ഒരു വരി പോലും പാട്ട് പഠിച്ചിട്ടില്ല. സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സംഗീതം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയൊന്നുമില്ല, സംഗീതത്തെ പഠിക്കുന്നതിനെക്കുറിച്ച് ധാരണയൊന്നുമില്ല. ആദിവാസി മേഖലയിൽപ്പെട്ട ആദിവാസി ഊരിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിനോട് എങ്ങനെയാണ് ഈ പാട്ട് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ വളരെ രസകരമായിട്ടാണ് അവൻ പറയുന്നത്. ഞാൻ യൂട്യൂബ് നോക്കും, അമ്മയുടെ മൊബൈലിൽ ലോക്കൊന്നുമില്ല, ഞാൻ നെറ്റ് ഓണാക്കി യൂട്യൂബ് നോക്കും, യൂട്യൂബ് കേട്ട് പാട്ട് പഠിക്കും, അങ്ങനെ പാട്ട് പാടും എന്നൊക്കെയാണ്. ഈണമൊക്കെ അതേ രീതിയിൽ, താളമൊക്കെ അതേ രീതിയിൽ തന്നെ പാടാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് മോനാണത്. അവന് വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവന് വലിയ പോലീസുകാരനാവണം, അവന് നല്ല രീതിയിൽ പഠിക്കണം, ഈ വീട്ടുകാരെയൊക്കെ തന്നെ നോക്കണം എന്നൊക്കെയുള്ളതാണ്.
അച്ചൻകോവിലേക്ക് പോയ സമയത്താണ് യാദൃശ്യമായിട്ട് ഇവൻ്റെ ഒരു വീഡിയോ, ഈ 6 വയസ്സുകാരൻ മോൻ്റെ ഒരു വീഡിയോ മൊബൈലിൽ കണ്ടത്. മൊബൈലിൽ അവിടെയുള്ള ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ ഈ കുഞ്ഞിൻ്റെ പാട്ട് ചിത്രീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് ഇട്ടു. അതോടുകൂടി ആൾക്കാരൊക്കെ തന്നെ വലിയ ആവേശത്തോടുകൂടി നമ്മുടെ കുഞ്ഞ് ബദ്രിയുടെ പാട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. അത് ഈ രസമായിട്ട് അതിൻ്റെ ഒരു ഓമനത്വവും, കുഞ്ഞുങ്ങളുടെ ഒരു ഓമനത്വവും ഒരു കൗതുകവും ഒക്കെ തന്നെ ഉണ്ട്. അതിൻ്റെ സംസാരത്തിലുള്ള ഒരു നൈർമല്യം ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവനോട് സ്നേഹം തോന്നും. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ പാട്ട്. അങ്ങനെയാണ് ഈ പാട്ട് വൈറലാകുന്നത്. അങ്ങനെ ഞാൻ അച്ചൻകോവിലേക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പെട്ടെന്ന് വന്ന് നമ്മളോട് സംസാരിക്കുന്നു. മൈക്ക് കണ്ട ഉടനെ ഞാൻ പാട്ട് പാടട്ടെ, നമ്മൾ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. വീണ്ടും പറയും ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഞാൻ പാട്ട് പാടട്ടെ. അങ്ങനെ അവസാനം ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിടം വരെ നമ്മുടെ കുഞ്ഞ് മോനെ അവിടെ പിടിച്ചിരുത്തി. അങ്ങനെയാണ് പാട്ടൊക്കെ പാടിച്ചതും. ഒട്ടേറെ പാട്ടുകൾ അറിയാം. അത് കൂട്ടുകാർക്ക് പാടിക്കൊടുക്കാനൊക്കെ തന്നെ വലിയ സന്തോഷമാണ്. പെട്ടെന്ന് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന ഒരു പെട്ടെന്ന് വന്ന് നല്ല ഹീറോ. ഇപ്പം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ ആ സിനിമയിലടക്കം, ബാലൻ എന്ന് പറയുന്ന സിനിമയിലടക്കം ആ കുട്ടിയൊക്കെ വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിക്കുന്നത്. അത് നാച്ചുറലായിട്ട് തന്നെ പാടുന്ന ഒരു ബദ്രി എന്ന് പറയുന്ന കുട്ടി നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. നന്നായി സംസാരിക്കാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരോട് ഇടപഴകുന്നത് വളരെ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി ഇടപഴകുന്ന ഒരു രീതിയാണ്. നമ്മൾ ഈ ഉന്നതികളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊക്കെ പുറകോട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ ഭയങ്കര മുന്നോട്ട് പോകാൻ, കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെയാണ്. നന്നായി പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. നന്നായി പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗായകരിൽ ഒരാളായി മാറാൻ കൂടി സാധ്യതയുള്ളൊരു കുട്ടിയാണ്. അതൊക്കെയുള്ള ഒരു സഹായമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ട്. എന്തുതന്നെയായാലും ആ കുഞ്ഞിനോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടെൻഷനോ അവൻ്റെ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ള ഒരു മാനസിക സമ്മർദ്ദം തിരിച്ചറിഞ്ഞ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പരിശീലനം നൽകി കഴിഞ്ഞാൽ വളർന്നു വലുതാകുമ്പോൾ അത് ഏത് മേഖലയിലാണോ പരിശീലനം നൽകുന്നത് ആ മേഖലയിൽ അങ്ങേയറ്റം കഴിവ് തെളിയിക്കാൻ കഴിയുന്ന ആളുകളായി അവർ മാറുമെന്നുള്ളതാണ്.